കൊല്ലത്ത് വിദ്യാർത്ഥി സ്കൂളിലെ കിണറ്റിൽ വീണ സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ. സ്കൂളിൽ എഇഒ പരിശോധന നടത്തി. 24-ന്റെ വാർത്തയ്ക്ക് പിന്നാലെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ ഇടപെടൽ ഉണ്ടായത്. കിണറിന്റെ മൂടി ദ്രവിച്ചിരുന്നു എന്ന് കണ്ടെത്തൽ. കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കെ കാൽ വഴുതിയാണ് വിദ്യാർത്ഥി കിണറ്റിൽ വീണത്. ടീച്ചർ ഇതെന്ത് സംഭവിച്ചു? അന്നേരം പിള്ളേർ കളിച്ചോണ്ടിരുന്നപ്പോൾ ഒരു കൊച്ചു പിടിച്ച് തള്ളിയതാന്ന് പറഞ്ഞ്. അല്ല, കിണറ്റില്ല വീണ്, തള്ളിയതാന്ന് പറഞ്ഞ്. അന്നേരം ഞാൻ ചോദിച്ചു, ടീച്ചർ അന്നേരം ഉണ്ടായിരുന്നോ? ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. കിണറ്റിന് ഗ്രില്ലുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അന്നേരം പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞ്. പിന്നെ അന്വേഷിച്ചപ്പോൾ കിണറ്റിന് ഗ്രില്ലില്ല. പത്മാവതി ഹോസ്പിറ്റലിൽ ചെന്ന് കാണുമ്പോൾ കുഞ്ഞിന് ബോധമുണ്ടായിരുന്നു? അന്നേരം ബോധമില്ല. എന്നെ കാണിക്കാൻ സമ്മതിച്ചില്ല. സ്കൂൾ അധികൃതരുടെ ഒരു ഏറ്റവും വലിയൊരു പാളിച്ചയാണ് അവർക്ക് ചെയ്യാത്തതെന്ന് പറയുന്നത്. അതിപ്പോ ഇനിയിപ്പോ അവരെ അധികൃതർ കണ്ണു തുറക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ്. ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ ഇവിടെ എല്ലാം സ്കൂളിലൊക്കെ വലിയ വിപുലമായിട്ടുള്ള പരിപാടികളൊക്കെ ഇവർ നടത്തിയതാണ്. എന്നാൽ ഈ കിണറിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇതുവരെ അവർ ശ്രദ്ധിച്ചിട്ടില്ല. ഇന്നിപ്പോ എല്ലാവരുടെയും അധികാരികളൊക്കെ വന്നതിന്റെ പേരിൽ അവർ ചിലപ്പോൾ ഇനിയാണ് നാളെ. പരിക്കേറ്റ കുട്ടിയെ കൊല്ലത്തെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആശുപത്രിയിൽ നിന്ന് അരുൺരാജ് ചേരുന്നുണ്ട്. അരുൺരാജ്, ഇന്ന് ശിശുദിനം കൂടിയാണ്. വല്ലാത്ത ദുഃഖം തോന്നുന്ന വാർത്ത. കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എങ്ങനെയുണ്ട്? തീർച്ചയായും സ്മിത, ഇന്ന് ശിശുദിനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനാണ് മാനസികമായി ഇന്ന് രാവിലെ അടക്കം നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ തയ്യാറായത്. പക്ഷേ ഇന്ന് രാവിലെ എത്തിയ വാർത്ത അത്തരം ആയിരുന്നില്ല. ഇന്ന് അച്ഛന്റെ കൈപിടിച്ച സ്കൂളിലേക്ക് ഈ ശിശുദിനം ആഘോഷിക്കാൻ എത്തിയ ഫെബിൻ എന്ന 6ാം ക്ലാസ്സുകാരനാണ് ഈ ദുരിതം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ദാരുണമായ അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഈ കൂട്ടുകാരുമായി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കിണറ്റിലേക്ക് വീണു എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് വന്ന വാർത്ത. അത് കുട്ടി കാൽവഴുതി വീണു എന്നായിരുന്നെങ്കിൽ രക്ഷിതാവിനോട് ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമാക്കിയത് മറ്റൊരു കുട്ടി തള്ളിയിട്ടു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ കളിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ആ കുട്ടി തള്ളുന്നതിനിടയിൽ കിണറ്റിലേക്ക് വീണു എന്നുള്ളതാണ്. പക്ഷേ ഈ കിണറ്റിൽ വീണ കുട്ടിയുടെ ശരീരത്തിൽ ആ മുറിവുണ്ട്. അതുപോലെ തന്നെ തലയ്ക്ക് പിൻഭാഗത്തായി ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. ഇത് കുട്ടിയുടെ അവസ്ഥ വളരെ മോശമാക്കുന്ന സാഹചര്യത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത്. ആദ്യം സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും ഈ കുട്ടിക്ക് തലയ്ക്കുള്ളിൽ മുറിവുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കൊല്ലത്തെ മെഡിസിറ്റി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ മെഡിസിറ്റി ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. വെന്റിലേറ്ററിലാണ് ഈ കുട്ടി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഈ കുട്ടി എങ്ങനെയാണ് ഈ കിണറ്റിൽ വീണത് സംബന്ധിച്ച സ്കൂൾ മാനേജ്മെന്റ് ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു വ്യക്തത ഇപ്പോൾ വരുത്താൻ കഴിയുന്നില്ല. കാരണം ഈ സ്കൂളിലെ കിണറ്റിന് മൂടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ സ്കൂളിലെ തന്നെ രക്ഷിതാക്കളും കുട്ടികളുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ ഈ നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത വന്നതിന് പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പ് ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തിയ ഘട്ടത്തിൽ ഈ സ്കൂളിന്റെ മൂടി പകുതിയും ദ്രവിച്ചിരുന്നതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണമാണ് വിദ്യാഭ്യാസ വകുപ്പ് നടത്തി വരുന്നത്. കുഞ്ഞിന്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. അരുൺരാജ്, ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഈ കിണർ ഒരു കോർണറിലായിട്ടാണ് നമ്മൾ കാണുന്നത്. കുട്ടികൾ കളിക്കുന്ന ഇടത്തിന്റെ കോർണറിൽ തന്നെയാണോ, അത് കുട്ടികൾക്ക് എളുപ്പത്തിൽ അവിടെ വരാൻ കഴിയുന്നതാണോ? അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഒപ്പം തന്നെ എങ്ങനെ കുട്ടി വീണു എന്നതിനേക്കാൾ കുട്ടികൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടത് സ്കൂളിന്റെ ഉത്തരവാദിത്തമാണ്. അതിലൊരു സംശയവുമില്ല. അപ്പോൾ ആ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ? സ്മിത, ഏറ്റവും പ്രധാനം ഒരു സ്കൂളിന്റെ പ്രവേശനോത്സവം നടക്കുന്നതിന് മുമ്പ് തന്നെ 3 തലത്തിലുള്ള സുരക്ഷാ ക്രമീകരണം എല്ലാ സ്കൂളിലും തയ്യാറാക്കുന്നതാണ്. എഇഒ തലത്തിലും DD തലത്തിലും DEO തലത്തിലും അടക്കം ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഒരു ചെക്ക് ലിസ്റ്റുമായി നേരിട്ടെത്തി സ്കൂളിലെ സുരക്ഷാ കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഫിറ്റ്നസ് അടക്കം നൽകുന്നത്. എല്ലാം പ്രോപ്പറായി ഇത് പരിശോധിച്ച് നടത്തി ഇത് ഉറപ്പുവരുത്തും. പക്ഷേ ഈ പരിശോധന എല്ലാം നടന്ന സ്കൂളിലാണ് ഇത്തരം ഒരു ദാരുണമായ ഒരു സംഭവം നടന്നത് എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്ന കാര്യം. കാരണം ഈ കുട്ടി സമീപത്ത് ഈ കളിക്കുന്ന ഇടത്ത് തന്നെയാണ് ഇത്തരം ഒരു അപകടം നടന്നതെന്ന സ്കൂൾ മാനേജ്മെന്റ് വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ചെറിയ അവ്യക്തത നിലനിൽക്കുന്നത് ഈ രക്ഷിതാവിനോട് സ്കൂളിലെ അധ്യാപിക പറഞ്ഞത് അപകടം നടക്കുമ്പോൾ താൻ എവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ കുട്ടികളുടെ നിലവിളി കേട്ടാണ് അവിടേക്ക് ഈ കുട്ടിയെ ആദ്യം രക്ഷിച്ച ഒരു സ്കൂളിലെ പിയൂൺ സിജോ തോമസ് അവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ് സിജോ തോമസിന്റേതായും അവിടുത്തെ നാട്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരം. ഇക്കാര്യത്തിൽ ഒരു അവ്യക്തത എവിടെയൊക്കെയോ നിലനിൽക്കുന്നു. പക്ഷേ ഈ സ്കൂൾ മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ അവരുടെ വീഴ്ച മറച്ചു വെക്കാനോ എന്തോ എന്നുള്ള രീതിയിലാണ് ഇക്കാര്യങ്ങളിൽ ഇപ്പോഴും പൂർണ്ണമായ ഒരു വിവരം പുറത്തേക്ക് വിടാത്തത്. എന്തായാലും സംഭവത്തിൽ
സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. ഈ സംഭവത്തിൽ സ്ഥലത്ത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരടക്കം സന്ദർശനം നടത്തുകയും ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കി ഇപ്പോൾ ഡിഡിക്കും ഡിഇഒയ്ക്കും കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടിയടക്കം ഉണ്ടാവും. കാരണം സ്കൂളിന് ഇത്തരത്തിൽ വീഴ്ച ഉണ്ടാകാത്ത സ്ഥിതി ഉണ്ടാകണം. കാരണം കൊച്ചു കുട്ടികളാണ്, UP തലത്തിലുള്ള കുട്ടികളാണ് സ്കൂൾ പഠിക്കുന്നത്. അവർക്ക് ഇത്തരമൊരു അവസ്ഥയുണ്ടായാൽ അല്ലെങ്കിൽ കളിക്കുന്നതിനിടയിൽ സ്വാഭാവികമായും കാൽവഴുതിയോ അല്ലെങ്കിൽ തമ്മിൽ പരസ്പരം കളിക്കുന്നതിനിടയിലോ ഒക്കെ തള്ളുകയും പിടിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടി പോലും ഇത്തരമൊരു അല്ലെങ്കിൽ ഇത്തരമൊരു അപകടത്തിലേക്ക് പോകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും സ്കൂളിന്റെ ഭാഗത്തുനിന്ന് എടുക്കേണ്ടതായിരുന്നു. അത്തരം മുൻകരുതൽ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് എടുത്തില്ല എന്നുള്ളതാണ് ഈ സംഭവം ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടലാണ് ഇനി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അത് തന്നെയാണ്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഇടപെടൽ വരട്ടെ. ഇനി മേലാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കണം. പക്ഷെ ഇതിൽ ഏറ്റവും നമുക്ക് സങ്കടം തോന്നുന്ന ഒരു കാര്യം, കുട്ടി തനിയെ വീണതാണെന്നോ അല്ലെങ്കിൽ ഉന്തിയിട്ടതാണോ ഇക്കാര്യത്തിലൊന്നും ഒരു വ്യക്തമായ ഉത്തരം പറയുന്നില്ല എന്നുള്ളത് തന്നെ. അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? അപ്പോൾ ഒരു വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സ്കൂൾ അധികൃതർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. അതൊരു കുറ്റബോധത്തിൻ്റെ പുറത്തു നിന്നാണോ അത് വരുന്നത്? അങ്ങനെ ഒരു ഭാഗം അതിനുണ്ടല്ലോ. ഒപ്പം തന്നെ കുട്ടിയുടെ പ്രതികരണം, കുട്ടിയുടെ മാതാപിതാക്കളുടെ പ്രതികരണം നമുക്ക് ലഭിച്ചിരുന്നു. അവരുടെ ഒരു സങ്കടം നമുക്ക് ഓർക്കാൻ വയ്യ അല്ലേ? പ്രത്യേകിച്ച് ഇന്ന് ഈ ശിശുദിനത്തിൽ കുട്ടിയുടെ ആരോഗ്യം ഏത് രീതിയിലുണ്ട്? ആശുപത്രി അധികൃതരോട് സംസാരിക്കാൻ പറ്റിയിരുന്നു ആരും? ആശുപത്രി അധികൃതരോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. കുറച്ചു മുമ്പ് സംസാരിച്ചപ്പോൾ ഈ തലക്കേറ്റ മുറിവ് അത് വളരെ ഗുരുതരമുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കുട്ടി ഇപ്പോഴും ഈ അബോധാവസ്ഥയിൽ തുടരുന്നത് എന്നുള്ളതാണ്. കുട്ടി ഇടയ്ക്ക് ഈ ഞെട്ടുന്ന ഒരു അവസ്ഥയിൽ ഇപ്പോഴുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിന്റെ മറ്റ് അവയവങ്ങൾ ഇപ്പോൾ പ്രവർത്തനിക്കുന്നില്ല. അത് ഇക്കാര്യത്തിലടക്കം ഇനി മരുന്നുകളോടക്കം ഈ കുട്ടി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ അവസ്ഥയിൽ തന്നെ തുടരുകയാണെങ്കിൽ കുട്ടിക്ക് അടിയന്തരമായ ശസ്ത്രക്രിയ വേണം എന്നുള്ളതാണ് ആശുപത്രിയിലെ ഈ കുട്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഡോക്ടർമാരുടെ ഒരു പ്രത്യേക സംഘം തന്നെ കുട്ടിയെ കൃത്യമായി ഇപ്പോൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. കാരണം ഇത്തരമൊരു സംഭവം ഉണ്ടായി ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഈ സ്കൂളിന്റെ മാനേജ്മെന്റ്, നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അക്കാര്യത്തിൽ കൃത്യമായ വിശദീകരണം അവർ നൽകേണ്ടതാണ്. പക്ഷേ ഈ കുട്ടിയുടെ പിതാവിനോട് പോലും സംസാരിക്കാൻ മാധ്യമങ്ങളെ പോലും അവർ അനുവദിക്കുന്ന സാഹചര്യമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഒടുവിൽ എനിക്ക് ആ കാഴ്ച കാണേണ്ടി വന്നത്, ആ പിതാവ് എഴുന്നേറ്റ് എന്റെ കുട്ടിയാണ്, താങ്കളുടെ കുട്ടിയല്ല, എന്റെ കുട്ടിക്ക് അവസ്ഥ ഉണ്ടാകുമ്പോൾ എനിക്കിത് പറഞ്ഞേ പറ്റൂ, മറ്റൊരു കുട്ടിക്ക് ഇത് ഉണ്ടാകരുത് എന്ന ഒരു നിശ്ചയദാർഢ്യത്തോടെ പിതാവ് ഇറങ്ങി വന്നിട്ടാണ് പിന്നീട് ആ സ്കൂളിൽ നടന്ന സംഭവങ്ങൾ നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ വിവരിക്കുന്ന സ്ഥിതി ഉണ്ടായത്. എന്തായാലും സ്കൂൾ ഇക്കാര്യത്തിൽ കുറേയധികം കാര്യങ്ങൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു. തുരുത്തിക്കരയിലെ MT UP സ്കൂളാണ്. ആ സ്കൂളിന് എന്തൊക്കെയോ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ മറച്ചു വെക്കാനുണ്ട്. ആ കാര്യം കൃത്യവും വ്യക്തവുമാണ്. കാരണം സ്കൂൾ മാനേജ്മെന്റിനോട് ഇക്കാര്യത്തിൽ നിങ്ങളുടേതായ എന്തെങ്കിലും വിശദീകരണം ഉണ്ടോ എന്ന് പല കുറി ആരാഞ്ഞിട്ടും അവർക്ക് ഇക്കാര്യത്തിൽ കൂടുതലൊന്നും പ്രതികരിക്കാനില്ല, ഇപ്പോഴൊന്നും പറയുന്നില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന വിശദീകരണം. എന്തായാലും ഇപ്പോൾ ആശുപത്രിയിൽ ആ കുട്ടിയുടെ ബന്ധുക്കളാണുള്ളത്, അധ്യാപകരുമുണ്ട്. ഈ കുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായാൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയും. എന്തായാലും കുട്ടിയുടെ മാതാപിതാക്കളും നമ്മളും അടക്കമുള്ളവർ പ്രാർത്ഥനയിലാണ്. യെസ്, അരുൺ രാജാണ് കൊല്ലത്തു നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അരുൺ രാജ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വന്തം കുട്ടിയാകുമ്പോഴാണ് അതിൻ്റെ ഒരു വേദന, അതിൻ്റെ ഒരു ആഴമൊക്കെ നമുക്ക് മനസ്സിലാകുക. പക്ഷേ നമുക്കിത് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ആ രക്ഷകർത്താക്കൾ ഏതവസ്ഥയിൽ കൂടെയാകും കടന്നു പോകുന്നതെന്ന്. കുഞ്ഞിൻ്റെ ആരോഗ്യം എത്രയും പെട്ടെന്ന് നല്ല രീതിയിലേക്ക് വരട്ടെ, കുഞ്ഞ് സുരക്ഷിതമായി തന്നെ തിരിച്ചെത്തട്ടെ, ആ രീതിയിൽ തന്നെയാകട്ടെ കാര്യങ്ങൾ. പക്ഷേ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണം വേണം, നടപടി വേണം.